മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു പാലുകറി വെക്കാവേ. അത് നല്ല ചോറിനും ചപ്പാത്തിക്കും എല്ലാം നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കറിയാണ് വെണ്ടയ്ക്ക പാലുകറി. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ ഒരു 1/4 കിലോ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ടേ. പിന്നെ ഒരു സവോള, ഒരു 4 പച്ചമുളക്, ഒരു ടൊമാറ്റോ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ 1 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി വേണം. ഇതിനകത്ത് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും എരിവാണ് ചേർക്കുന്നത്. ചില്ലി പൗഡർ ഒന്നും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യത്തില്ല കേട്ടോ. അപ്പൊ കുരുമുളകിൻ്റെയും ആ ഒരു പച്ചമുളകിൻ്റെയും എരിവ് മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ വേണ്ടത് 2-ാം പാലും 3-ാം പാലും പിന്നെ 1-ാം പാല്. ഇനി ഇത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മുളകും പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് കൊടുക്കണേ. ഇതൊരു 2 മിനിറ്റ് ഒന്ന് വഴന്നു വരണേ. വന്നിട്ട് നമുക്ക് വെണ്ടയ്ക്കായും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്കായും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് മൂക്കണേ. ഈ വെണ്ടയ്ക്ക ഇത് നന്നായിട്ട് വഴറ്റിയൊക്കെ എടുത്താലേ നമുക്ക് ആ ഒരു കറിയുടെ ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി, ഒരുപാട് സമയം വേണ്ട. നമ്മളിപ്പോൾ ഈ വെണ്ടയ്ക്ക ഇവിടെ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 3 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പം നന്നായിട്ട് വെണ്ടയ്ക്കായും ആ ഉള്ളിയും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല, കുരുമുളക് പൊടിയും. ഇതും ഇതുപോലെ നല്ലപോലെ സിമ്മിലേക്ക് ആക്കിയേക്കണം. പൊടി ഇട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും സിമ്മിലേക്ക് ആക്കിയേക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ പൊടിയുടെ ആ ഒരു പച്ചമണവും കൂടെ നമുക്ക് മാറി കിട്ടണം, എന്നാലേ ആ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളേ. അല്ലെങ്കിൽ ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ച ചൊവയുണ്ടല്ലോ, അതുണ്ടാകും കറിക്ക്. അപ്പൊ ഈ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ വെണ്ടയ്ക്ക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ അല്ലേ, അപ്പൊ അത് വല്ലാതെ അങ്ങ് ഇളക്കി അത് പൊടിയരുത് കേട്ടോ. അപ്പൊ നമ്മൾ അതുപോലെ ഇളക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇത് ഇളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടൊമാറ്റോയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 2-ാം പാലും 3-ാം പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെക്കണം. നമ്മൾ ആ പൊടികൾ ഇട്ടപ്പോൾ സിമ്മിലേക്ക് ആക്കിയായിരുന്നേ. പാലൊഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തേക്കണേ. എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എപ്പോഴും ഉപ്പ് കുറച്ച് വേണം ഇട്ട് കൊടുക്കാനേ. എന്നിട്ട് നമുക്ക് അതില്ലെങ്കിൽ 2-ാമത് ചേർക്കാം. കൂടുതൽ ഉപ്പ് ഒരിക്കലും ഇടരുതേ കറിക്കകത്ത്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാവേ. നമ്മളിപ്പോൾ ഈ വെണ്ടയ്ക്ക കറി അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയും ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഒരു 10 മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക കറി ഉണ്ടാക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന കറിയായത്. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. ചാറൊക്കെ കുറച്ച് കുറുകി വെണ്ടയ്ക്കയൊക്കെ നന്നായിട്ട് വെന്ത് ആ ടൊമാറ്റോയും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ 1-ാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ 1-ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പം പിന്നെ കറി അങ്ങ് ഒരുപാട് തിളക്കിയൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. അപ്പൊ ഈ പാത്രത്തിന്റെ ആ ചൂട് കൊണ്ട് 1-ാം പാലൊക്കെ കറക്റ്റ് ആയിട്ട് ചൂടായിക്കോളും കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പാലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക പാലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂട് ചോറിന്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ വളരെ ഭംഗിയായിട്ട് ചേർന്ന് പോകുന്ന ഒരു കറിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്